ചാലിലേക്ക് ഡീസൽ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ഇതിപ്പോൾ 24 മണിക്കൂറായി ഈ ചോർച്ച തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി അല്പം കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും ചോർച്ചയുണ്ടായി. എന്തായാലും ഇപ്പോൾ ചോർച്ച കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ ഒരു വിഷയം. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വളരെ വിശദമായിട്ടുള്ള ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, മലിനീകരണ നിയന്ത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് തീരുമാനമാണ് അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം വിളിച്ച് കളക്ടർ പറഞ്ഞത്. അതായത് മണ്ണ്, വെള്ളം എന്നിവ മലിനമാക്കപ്പെട്ടിട്ടുണ്ട്. മണ്ണ് മലിനമാക്കപ്പെട്ട ഇടങ്ങളിൽ ആ മണ്ണ് മാറ്റി പകരം മണ്ണ് അവിടെ ഫില്ല് ചെയ്യും. ജലാശയങ്ങൾ മലിനമാക്കപ്പെട്ട ഇടങ്ങളിൽ സമ്പൂർണ്ണമായി വൃത്തിയാക്കാനുള്ള ചുമതല HPCL-നാണ്. അത് ഏറ്റെടുത്ത് നാളെ രാവിലെ മുതൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫാക്ടറീസ് ആക്ട് പ്രകാരം HPCL-നെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോകും. വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും ഈ സംഭവം വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ കുഴപ്പത്തിലേക്ക് പോവാതെ രക്ഷപ്പെട്ടത് എന്ന് കൂടി ജില്ലാ കളക്ടർ വിലയിരുത്തുന്നുണ്ട്. ശരി, അനൂപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.